ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ ഉച്ചക്കത്തെ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. അതിനായി ഞാൻ എന്താ ഉച്ചക്ക് ഉണ്ടാക്കാൻ നോക്കാം. അത് ഞാൻ വെള്ളരി കഴുകി മുറിച്ചിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും അളവിനനുസരിച്ച് ചേർക്കുന്നുണ്ട്. അളവൊന്നും പറയാൻ എനിക്കറിയില്ല ഗായ്സ്, ഞാൻ എൻ്റെ ഊഹക്കണക്കിനാണ് എല്ലാം ഉണ്ടാക്കുന്നത്. അങ്ങനെ പുളി ആദ്യം പുതിർത്ത് വെച്ചിരുന്നു. അപ്പോൾ പുളിവെള്ളം നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. എനിക്കറിയില്ല, എപ്പോഴും വെള്ളം കുറച്ച് കുറവായതിനാൽ കുറച്ചധികം ഞാൻ വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം ഗൈസ്. അപ്പം നമ്മൾ കഷ്ണം ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്ക് വിസിൽ പോയതിന് ശേഷം മൂട് തുറക്കാം. അപ്പോൾ കളറെല്ലാം നല്ല സെറ്റ് ചെയ്ത് കഷ്ണങ്ങളൊക്കെ നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് കുറച്ച് തേങ്ങയും കൂടി അതിൽ ചേർക്കാം. കുറച്ച് തേങ്ങ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. അങ്ങനെ കറി നല്ല സെറ്റായി ഏകദേശം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചീഞ്ചട്ടിയിൽ കുറച്ച് ഉലുവയും കടുകും കൂടി വെളിച്ചെണ്ണയിൽ പൊട്ടിച്ചെടുക്കാം. അതും കൂടി ചേർത്ത് നമ്മൾ ഏകദേശം കറി നല്ല സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് അതിൽ ചേർക്കാം. അത് ഞാൻ എടുത്തിട്ടില്ല വീഡിയോ. ഇനി നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പില്ലാത്ത എക്സ്പ്രഷനാണ് ഈ കാണുന്നത്. കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് ചീഞ്ചട്ടി കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. ഇന്ന് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. നമുക്ക് ആ ചിക്കൻ കൂടി നമുക്ക് സെറ്റാക്കാം. അങ്ങനെ ചിക്കൻ നല്ല മുളക് പൊടി മഞ്ഞൾപ്പൊടിയുള്ള പൊടികൾ ഉപ്പും കൂടി ചേർത്ത് നല്ല അതിനെ മെനുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ചുട്ടെടുക്കാം. അങ്ങനെ മേക്ക് ഓവർ ചെയ്തിട്ട് അതിനെ നല്ല കുട്ടപ്പനാക്കി നല്ല ബ്രൗൺ കളറാക്കിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി നമുക്കതിലേക്ക് ചേർക്കാം. നമുക്ക് ചിക്കൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം നല്ല പാകത്തിന് സെറ്റായിട്ടുണ്ട്. അങ്ങനെ ചിക്കനും ചോറും കറിയും കൂടി ഞാൻ പിടിക്കട്ടെ. ബൈ ഗൈസ്.